എന്താണ് പാനിക് അറ്റാക്ക്? എന്താണ് ആൻസൈറ്റി അറ്റാക്ക്? നമ്മൾ കൂടുതലായിട്ടും കേട്ട് വരുന്ന രണ്ട് വാക്കുകളാണ് പാനിക് അറ്റാക്കും ആൻസൈറ്റി അറ്റാക്കും. പലർക്കുള്ള സംശയമാണ് ഇത് രണ്ടും ഒന്നാണോ, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട ചില ഡിഫറൻസുകളാണ് പാനിക് അറ്റാക്കും ആൻസൈറ്റി അറ്റാക്കും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. പാനിക് അറ്റാക്ക് ആയാലും ആൻസൈറ്റി അറ്റാക്ക് ആയാലും നമുക്ക് സിംറ്റംസ് ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് കാണാം. പക്ഷേ രണ്ടിലും ചെറുതായി കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും കാണുന്ന ഫിസിക്കൽ സിംറ്റംസ് എല്ലാം ഒരുപോലെ ആയിരിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടുക, അതേപോലെ തന്നെ ഒരു ക്ഷീണം പോലെ ഫീൽ ചെയ്യുക, ശ്വാസം കിട്ടാതാവുക, ഇങ്ങനെയെല്ലാം രണ്ടിലും പാനിക് അറ്റാക്കിലും ആൻസൈറ്റി അറ്റാക്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് രണ്ടിലും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പാനിക് അറ്റാക്കിൽ ഈ സിംറ്റംസ് എല്ലാതും തന്നെ വളരെയധികം ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ടായിരിക്കും വരുന്നത്. അതായത് നമുക്ക് പാനിക് അറ്റാക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ മരിച്ചു പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. നമുക്കൊരു ഹാർട്ട് അറ്റാക്കാണോ വരുന്നത്, നമ്മൾ മരിച്ചു പോവുകയാണോ, നമുക്ക് ശ്വാസം കിട്ടാതാവാണോ, അങ്ങനെ ഒരു പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും പാനിക് അറ്റാക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതേസമയം ആൻസൈറ്റി അറ്റാക്കിലാവുമ്പോൾ ഇത് കുറച്ചുകൂടി മൈൽഡായിരിക്കും. ഈ സിംറ്റംസ് എല്ലാം, അതായത് നമുക്ക് ശ്വാസം കിട്ടാതാവുകയും ഹാർട്ട് ബീറ്റ് കൂടുകയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം അതും വളരെ ഒരു ചെറിയ അളവിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്തതായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാനിക് അറ്റാക്ക് വരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. നമുക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, നമ്മൾ മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഫീലായിരിക്കും പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേസമയം ആൻസൈറ്റി അറ്റാക്ക് എന്ന് വെച്ചാൽ ഒരു സ്ലോ പേസിലായിരിക്കും തുടങ്ങുന്നത്. വലിയ എന്താ പറയുക, പതിയെ പതിയെ തുടങ്ങി അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ഒരു കണ്ടീഷനാണ് ആൻസൈറ്റി അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ ആൻസൈറ്റി അറ്റാക്സ് നമ്മുടെ തോട്ട്സ് കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. നമുക്ക് ടെൻഷൻ കൂടുതലായിട്ടുണ്ടായിരിക്കും, നമ്മൾ റെസ്റ്റ്ലെസ് ആയിരിക്കും ആൻസൈറ്റി അറ്റാക്ക് വരുന്ന സമയത്ത്. പക്ഷെ ഇത് പെട്ടെന്നുണ്ടാവുന്ന ഒരു സംഭവമായിരിക്കില്ല ആൻസൈറ്റി അറ്റാക്ക് എന്ന് പറയുന്നത്. ആൻസൈറ്റി അറ്റാക്ക് ഉണ്ടാകുന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം നമുക്കവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലർക്ക് ഓൾറെഡി ടെൻഷൻ ഉള്ളവർക്ക്, ആൻസൈറ്റി ഉള്ളവർക്ക്, ഇപ്പോൾ ഒരു സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആളുടെ കേസ് പറയുകയാണെങ്കിൽ അയാൾക്ക് പുറത്ത് പിറ്റേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ പുറത്ത് പോകണം എന്നുള്ളത് ആലോചിച്ചിട്ട് അയാൾക്ക് തലേ ദിവസം മുതലേ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അയാളെ തോട്ട്സ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ ആ തോട്ട്സ് കൂടി വന്നിട്ട് അയാൾക്കത് ആൻസൈറ്റി അറ്റാക്കിലേക്ക് എത്തുന്നു. അതേസമയം പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബ്ലൂ സംഭവിക്കുന്ന ഒന്നാണ് പാനിക് അറ്റാക്ക്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രിഗറിങ് ഫാക്ടറും അവിടെ ഉണ്ടാവില്ല. നമ്മൾ കൂളായിരിക്കും, നമ്മളൊരു നോർമൽ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. പെട്ടെന്നായിരിക്കും നമുക്ക് പാനിക് അറ്റാക്ക് വരുന്നത്. എല്ലാ കേസിലും ഇങ്ങനെയല്ല. ചില കേസിൽ എന്തെങ്കിലും നമുക്ക് ഒരു പാസ്റ്റ് ട്രോമ ഉണ്ടായ സിറ്റുവേഷൻസോ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടറും പാനിക് അറ്റാക്കിന് ഉണ്ടാവാം. പക്ഷെ അത് പെട്ടെന്നായിരിക്കും. നമ്മളിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മളെ മുമ്പിൽ വരുമ്പോഴാണ് നമുക്ക് പാനിക് അറ്റാക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഇവ തമ്മിൽ പറയുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പാനിക് അറ്റാക്കിൻ്റെ കേസിൽ ഇത് പെട്ടെന്നായിരിക്കും വരിക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറയും. ഇത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പീക്ക് സിറ്റുവേഷനിൽ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് പോവും. അത് പീക്ക് അവസ്ഥയിലെത്തുമ്പോൾ ഒരു കുറച്ച് മിനിറ്റുകളായിരിക്കും അതുണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മൾ ഡീപ്പ് ബ്രെത്ത് എടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ ചെയ്യുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇത് പാനിക് അറ്റാക്ക് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതേസമയം ആൻസൈറ്റി അറ്റാക്ക് എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ നേരത്തെ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കൊണ്ടുവന്നിട്ടാണ് അത് ആൻസൈറ്റി അറ്റാക്കിലേക്ക് വരുന്നത്. ആൻസൈറ്റി അറ്റാക്ക് ചില ആളുകളിൽ ദിവസങ്ങളോളം വരെ നീണ്ടു നിൽക്കാറുണ്ട്. ചിലർക്ക് അത് മണിക്കൂറുകൾ കൊണ്ട് മാറിപ്പോവും, ചിലർക്ക് അത് ദിവസങ്ങൾ എത്തിയിട്ടായിരിക്കും അതിൽ നിന്ന് അവർക്ക്. ഇതൊക്കെയാണ് മെയിനായിട്ട് പാനിക് അറ്റാക്കും ആൻസൈറ്റി അറ്റാക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇൻ കേസ് നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തവരിലാണ് കൂടുതലായിട്ടും പാനിക് അറ്റാക്ക് ആയാലും ആൻസൈറ്റി അറ്റാക്ക് ആയാലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ
ഫോളോ ചെയ്യുക. കൂടുതലായിട്ട് ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡീപ്പ് ബ്രീത്സ് എന്നുള്ളത്. ഏത് പാനിക് അറ്റാക്ക് ആയാലും ആൻസൈറ്റി അറ്റാക്ക് ആയാലും നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ തന്നെ കാം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല ഡീപ്പ് ബ്രീത്സ് കുറച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക. ബാക്ക് ടു നോർമൽ ആവാനായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.